ഹലോ ഗൈസ്, വാഴത്തോരു മുമ്പേ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ശിവശങ്കരനെയും രാജീവനെയും നേരിടാൻ വേണ്ടി പോകുകയാണ്. അപ്പൊ അലീന നമ്മുടെ ബാലചന്ദ്രന്റെ മുറിയിൽ കഥ കടച്ചിരിക്കുവാട്ടോ. അടിയിൽ എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയുന്നില്ല. ലാസ്റ്റ് ബാലചന്ദ്രൻ പോയി നമ്മുടെ ശിവശങ്കറിന്റെ അടുത്തും രാജീവന്റെ അടുത്തും പറയുന്നുണ്ട്, അവൾ എന്റെ മകളാകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഏതോ ഒരു വേറൊരു അച്ഛനിൽ പിറന്നൊരു മകളാണ്, ഏതോ ഒരു വൃത്തികെട്ട സ്ത്രീ ചതിച്ചതാണ് അയാളെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്നിട്ട് വൈജയന്തിന് ഇങ്ങനെ സൈഡിൽ കൂടെ നോക്കിയിട്ടാട്ടോ നമ്മുടെ ബാലചന്ദ്രൻ ഈ ഡയലോഗൊക്കെ പറയുന്നത്. പക്ഷെ വൈജയന്തിക്ക് അങ്ങോട്ട് കത്തിയിട്ടില്ല. പക്ഷെ ശിവശങ്കരൻ എന്നിട്ട് രാജീവനെ നോക്കുന്നുണ്ട്. അപ്പൊ അവര് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു സംശയം പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ രാജീവനും ബാലചന്ദ്രനും തമ്മിൽ ഒരു കയ്യാങ്കളിയൊക്കെ വരുന്നുണ്ട്. രാജീവന്റെ കർണത്ത് നമ്മുടെ ബാലചന്ദ്രൻ കൊടുക്കുന്നുണ്ട്, തിരിച്ച് നമ്മുടെ രാജീവൻ അടിക്കാൻ നോക്കുന്നു. അപ്പൊ അവിടെ ശിവശങ്കരനും വന്ന് നമ്മുടെ രാജീവനെ തടയുന്നു. അങ്ങനെ മൊത്തത്തിൽ ബഹളാട്ടോ. ലാസ്റ്റ് നമ്മുടെ മകൻ വന്നിട്ട് ബാലചന്ദ്രന്റെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ അമ്മയുടെ സന്തോഷമാണ് എനിക്ക് വലുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇവിടെ താമസിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഏകാധിപത്യ ഭരണമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്, കൊല്ലപ്പള്ളിയിൽ നിന്നും ഇനി അലീനയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ആരും ഇവിടെ ചർച്ചയ്ക്ക് വരണ്ട എന്നും പറഞ്ഞ് നമ്മുടെ ബാലചന്ദ്രൻ നേരെ മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. എന്നിട്ട് അലീനയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു രംഗങ്ങളാട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. കാത്തിരുന്നതിനെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.